കാളിദാസൻ വ്യാസനെയും വാത്മീകിയെയും പോലെ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരുടെ ഒരു അനന്തരവൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും സർഗാത്മക സംഭാവന നൽകിയ ആളാണ്. കാളിദാസനെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ സാർ ഉജ്ജയിനിയിൽ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉജ്ജയിനിയുടെ എൻ്റെ സുഹൃത്ത് പ്രഭാവർമ്മ വളരെ നല്ലൊരു നിരൂപണം ഉജ്ജയിനിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എങ്കിലും നിരൂപക സമൂഹം ഉജ്ജയിനിയെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ വേണ്ടത്ര അർഹിക്കുന്ന നിലയിൽ വിലയിരുത്തി എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഈ സ്വയംവരത്തെക്കാളും കുറച്ച് കൂടുതൽ നല്ല വിലയിരുത്തൽ ഉജ്ജയിനിക്ക് വന്നിട്ടുണ്ട്. വളരെയധികം ഇകഴ്ത്തി പറഞ്ഞവരുമുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഉജ്ജയിനി എഴുതാനുണ്ടായ ആ സാഹചര്യം അത് ഒരു പെട്ടെന്നുണ്ടായതല്ല. ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കാൻ വന്ന കാലം തൊട്ട് എല്ലാ വർഷവും ഈ BA-ക്കും അതുപോലെ തന്നെ MA-ക്കും എല്ലാം കാളിദാസൻ്റെ ഒരു പുസ്തകം ഉണ്ടാകും, ഒരു നാടകം ഉണ്ടാകും. അതിലേതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു പുസ്തകം എല്ലാ വർഷവും പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാളിദാസനെ ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുന്നു, എന്തൊരു ദാർശനിക ദീപ്തിയുള്ള കവിതയാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെ ഇത്രയും മാന്യമായി ഇത്രയും അന്തസ്സായി നിർവഹിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ വേറെയില്ല. കുമാരസംഭവത്തിൽ കഥയുടെ ഭാഗമായിട്ടാണ് ഒരു സംഭവ ശൃംഗാരപരമായ ഒരു സർഗമുണ്ട്, അത് ആവശ്യമാണ്. നേരെ പക്ഷേ വാഗർത്ഥാവ്യം അതെ അല്ല അത് സൗന്ദര്യം ആണ്. വാഗർത്ഥാവിവ സംപൃക്തൗ എന്നാണ് ശിവനെയും പാർവതിയും കൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ പരം ഒരു പാരസ്പര്യത്തിൻ്റെ പരമശോഭയുള്ള ഒരു ഉപമയാണ് വാക്കുമർത്ഥവും പോലെ ഇരിക്കുന്ന ശിവനെയും പാർവതി. വേറെ ചിലർ ശിവനെയും പാർവതിയും വർണ്ണിക്കുന്നത് ഇവിടെ പറയാൻ കൊള്ളില്ല, ആ തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാളിദാസൻ വെറും ഒരു വിഷയലംബടനും മദ്യപാനിയും അങ്ങനെ സന്മാർഗ ഉല്ലംഘിച്ചുകൊണ്ട് ഞാൻ വലിയ ജീനിയസ് ആയതുകൊണ്ട് എനിക്ക് സന്മാർഗമൊന്നുമില്ലെന്ന് പറഞ്ഞ് നടന്ന ആളാണെന്നുള്ള മട്ടിലും വിഡ്ഢിയാണെന്നുള്ള മട്ടിലുമൊക്കെ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറും അസൂയ കൊണ്ടാണെന്നും അതിനതീതമായ ഒരു കാളിദാസനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്നത് വ്യാഖ്യാനിക്കാൻ എനിക്കറിഞ്ഞുകൂടാ, ഒരു സഹജാവബോധം തോന്നി. അങ്ങനെ പഠിപ്പിച്ചിങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ഈ മാളവ്യാഗ്നിമിത്രത്തിലെയും അതുപോലെ ഈ രഘുവംശത്തിലെയും ശാകുന്തളത്തിലെയും ഒക്കെ ഈ വന്ദന ശ്ലോകങ്ങൾ, ആദ്യത്തെ ശ്ലോകങ്ങൾ അത് പഠിപ്പിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ എത്രയോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തന്നെ 8 അംഗങ്ങൾ പോലെയുള്ള ശിവനെ എന്നൊക്കെയാണ് പറയും, ശിവനെ സ്തുതിച്ചിരിക്കുന്നത്. ഹിമാലയത്തെ ഭൂമി അളക്കാനുള്ള ചങ്ങലയായിട്ട്. അതെ. അപ്പോൾ ഈ എൻ്റെ ഭൂമി, അതുപോലെ ഈ കേരള നാരിമാർ പട്ടാളക്കാരിങ്ങനെ ഉപദ്രവിക്കാതെ പട്ടാളക്കാർ ഇങ്ങനെ കുളമ്പടിച്ച് കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ പോകുമ്പോൾ ആ കുതിര കുളമ്പടിയിൽ നിന്ന് ഉയരുന്ന ചുവന്ന പൊടി കേരള നാരിമാർക്ക് സീമന്ത കുങ്കുമം ഇട്ടുകൊടുത്തു എന്നൊക്കെ പറയും. ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയാത്തൊരു സംഗതിയുണ്ട്, ഈ പട്ടാളക്കാർ പോകുന്നത് സ്ത്രീകൾ നോക്കി നിൽക്കണമെങ്കിൽ ഉപദ്രവിക്കില്ലെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിലല്ലേ. അപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ രഘുവിൻ്റെ പട്ടാളക്കാർ ഇതുവഴി കുതിച്ചു പോയതെന്നും കേരളത്തിലെ സ്ത്രീകൾ അത് നോക്കി നിന്നെന്നും സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു എന്നൊക്കെ ഈ ഇന്ത്യ മുഴുവൻ കണ്ട ഒരു മനുഷ്യനാണ് കാളിദാസൻ, സംശയമൊന്നുമില്ല. ഭൂമിയിൽ നിന്നിട്ട് അതെ ആകാശത്ത് നിന്നാൽ ഹിമാലയം എങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പക്ഷേ ഞാൻ ഹിമാലയം കണ്ടത് അതിൻ്റെ മീതെ കൂടെ എയറോ ഫ്ലോട്ടിലൊരിക്കൽ നല്ല സമയത്ത് പറന്നപ്പോഴാണ് സൂര്യനും ചന്ദ്രനും അപ്പുറവും നിൽക്കുന്നത് കണ്ടത്. കാളിദാസൻ്റെ കാലത്ത് വിമാനമൊന്നുമില്ല, താഴെ നിന്ന് കണ്ടതെല്ലാം ആ മനുഷ്യനെ കുറ്റവിമുക്തനാക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ മാളവികയുടെ നേർക്കുള്ള സ്നേഹവും ഒരു കാമുകനായി ഒരു വളരെ അന്തസ്സുറ്റ ഒരു കാമുകനാക്കി അതിൻ്റെ ദുരന്തം കൽപ്പിച്ച് ഒരു കഥയുണ്ടാക്കി കാളിദാസനെ പറ്റി ഒരു കവിത എഴുതുകയാണ്.